രജിഷ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എല്ലാരും കേട്ടല്ലോ, ഈ നിൽക്കുന്ന ഹരി എങ്ങനെ ഇടയും നേരത്തെ കാറ്റാണു നീ. രജിഷ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. കൊതിയിൽ വന്നെരിവും പുളിയുമുള്ളൊരൈറ്റമാ. എന്റെ കാലിന്റെ കീഴിൽ നിന്ന് മാറിയിരിക്കട്ടോ. നീ എന്തോടാ പറഞ്ഞത് അവളോട്, അച്ഛനോട്? ഐറ്റം ഡാൻസിലെ എന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഐറ്റം ഡാൻസിൽ വരുന്ന പാട്ട്, പാട്ടിന്റെ ലിറിക്സ്, അതിൽ കാണിക്കുന്ന മൂവ്സ്. അല്ല, അത് എനിക്കറിയാം. ആദ്യം അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. അതിൽ കാണിക്കുന്ന മൂവ്സ്, വെച്ചിരിക്കുന്ന ക്യാമറ ആംഗിൾസ്, പോയിരിക്കുന്ന സൂം ഔട്ട്, വയറ്, കൈ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഹ്യൂമൻ ബോഡീനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെയും ഭാഗമാവാൻ എനിക്ക് താല്പര്യമില്ല. അതെ അതെ. കോമള താമര പൂവിനെ ആട്ടണ കാറ്റു വന്നേ. എന്താ പറയീസ, എന്റെ ഗതി ഇങ്ങനെയായി. ഇനിയിപ്പോ നിന്റെയൊക്കെ ഗതി എന്താവുന്നോ എങ്ങനെയാവുന്നോ ആർക്കറിയാം. ബാക്കി നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ്, പാട്ടിൽ വരുന്ന വേർഡ്സ് എന്തൊക്കെയാണ്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? തെറ്റുപറ്റിയത് എനിക്കാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മൾ എങ്ങനെയാണ് ആ പാട്ട് വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മളെ ക്യാമറയിൽ അത് ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഓരോരോ ബോഡി പാർട്ടിനെയും കാണിക്കുന്നത്. തിരിച്ചടിക്കണ ജാതി തന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസം.